ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈകുന്നേരം ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ എടുത്ത് ടെറസിന്റെ മുകളിൽ പോയിരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ മുകളിൽ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇന്ന് പക്ഷെ ഉണ്ണിയായിട്ട് ചെറിയൊരു ഉടക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കാൻ സ്ഥലം വേണ്ടതെന്ന് കരുതി മുകളിൽ കയറി ഇരുന്നതാണ്. അപ്പോഴാണ് ആലോചിച്ചത് ഒരു ഈവനിങ് വ്ളോഗ് അങ്ങോട്ട് എടുത്താലോ എന്ന്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അടിയിൽ വന്ന് ആദ്യം തന്നെ ചെയ്തത് ഉണ്ണിയായിട്ട് കോംപ്രമൈസ് ആവലാണ് കേട്ടോ. കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് ആളൊരു കാര്യം പറഞ്ഞോളൂ, ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന്. അപ്പം എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം നമ്മുടെ പുട്ട് വെച്ചിട്ട് എന്തെങ്കിലും ആണ് കേട്ടോ. അപ്പം ഞാനൊരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുട്ട് മസാല ഉണ്ടാക്കല്ലോ. അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി വെച്ച് നമ്മുടെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു. പക്ഷെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ അളവെടുക്കാണ്ടാണ് വെള്ളം ഒഴിച്ചത്, അതുകൊണ്ട് വെള്ളം കൂടിയിട്ടോ. പിന്നെ പൊടിയിട്ട് ഒരുവിധം സെറ്റാക്കി എടുത്തതാണ്. ഇപ്പോൾ സമൂഹ സദ്യ നടത്താനുള്ള പുട്ടുപൊടിയാണ് കേട്ടോ കിട്ടിയത്. ഇഷ്ടം പോലെ പുട്ടുണ്ടായിരുന്നു. 2 പാത്രത്തിലുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചതുകൊണ്ടാണ് നിങ്ങൾ ഒരു പാത്രം കാണുന്നത്. മൊത്തമായിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ നമ്മളെ 2 പേരെ ഓടിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കണമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് ഇന്ന് എന്തോ വലിയ കാര്യമായിട്ട് മൂടില്ല കേട്ടോ. അപ്പം അവൾക്ക് സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്ത ആളുണ്ടാക്കിക്കോളും. അപ്പം പുട്ടിൻ്റെ പൊടിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് അതിനാവശ്യമുള്ള സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കാം. വെളുത്തുള്ളി നോക്കിയപ്പോൾ വെളുത്തുള്ളി കാണാനില്ല കേട്ടോ. കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഷോപ്പിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോയി സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. ഇനി എന്തായാലും ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സംഭവങ്ങളൊക്കെ കേടായി പോകും. അതുകൊണ്ട് എന്താ വെളുത്തുള്ളി ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. ഞാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടില്ല. സാധാരണ തക്കാളി തന്നെയാണ്, എങ്കിലും സലാഡിലിട്ടിട്ട് എന്തോ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നോർമലി വെറുതെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അരിയുന്ന സവാള ആന പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഉണ്ണി തന്നെ ചോപ്പിംഗ് ബോർഡൊക്കെ എടുത്തോണെന്നത് നന്നാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആൾ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എന്തായാലും സൗണ്ട് ഇടുന്നില്ല, നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി ആൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുക്കിങ്ങിന് വന്നതാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. പിന്നെ വേറെ ഒരാളുടെ കോപ്പിയായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ആൾക്കാർ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോയിരുന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെറുതെ ഇരുന്നാൽ മതിയല്ലോ, അവർ കഷ്ടപ്പെട്ടോളും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടിരിക്കാം. തക്കാളി ഇരുന്ന് തിന്നണതാണ് കേട്ടോ. എന്തോ സലാഡിൽ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പം എന്നെ ചീത്ത പറയുന്നുണ്ട്, ഇതിപ്പോൾ നിനക്ക് തിന്നാൽ പോരായിരുന്നോ, വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേന്ന്. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞതേ നമ്മൾ നമ്മുടെ കുക്കിംഗ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ സംസാര വിഷയം വേറെ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ തല്ലുകൂടിയതാണ്. വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇരുന്ന് അവളെ പോയി ചൊറിഞ്ഞ് ഞാൻ തന്നെ തല്ലുണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ വരള്ളൂ. ഞങ്ങൾ 2 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ 15 മിനിറ്റ് അടിയാണ്. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. കൂടുതൽ തല്ലൂടുമ്പോൾ കാരണം ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ഇവള് വന്ന് മിണ്ടിട്ടായിരിക്കും മിണ്ടാട്ടോ. ഈ വട്ടം എന്തോ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും, എപ്പോഴും അവളടി ഇട്ടുണ്ടാക്കിയിട്ട് ഞാനല്ലേ വന്ന് മിണ്ടണം, ഇന്ന് ഇവള് ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടേന്ന്. അങ്ങനെ ഞാൻ പോയിട്ടാണ് കേട്ടോ കോംപ്രമൈസ് ചെയ്തത്. അങ്ങനെ വാചകമൊക്കെ അടിച്ച് നമ്മുടെ പാചകം തീർന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്ക് കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം, ചായയോട് ആൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം എന്താ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുട്ടുപ്പുമാവ് എടുത്തിട്ട് നമ്മൾ നേരെ വന്ന് കഴിക്കാണ് കേട്ടോ. പുട്ടുപ്പുമാവല്ലേ, സോറി, മസാല. അപ്പണ്ട് സത്യം സിനിമ കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പഴയ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ടോ സിനിമ അങ്ങനെ ഇരുന്ന് കണ്ടിട്ട്. അപ്പം അത് വെച്ചിട്ട് അതും കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ സമയം നോക്കിയപ്പോഴാണ് കേട്ടോ 5 മണിയെന്ന് മനസ്സിലായത്. പിന്നെ ഇനി അധികം നേരം ഇന്ന് സിനിമ കാണാനുള്ള സമയമില്ല. കാരണം വെടിപൊട്ടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ തീർക്കണം. ഉണ്ണിക്ക് പാത്രം കഴുകലും മലക്കലും മാത്രം പറ്റില്ല കേട്ടോ. കാരണം ആൾക്ക് സോപ്പും പൊടി അലർജിയാണ്, ലിക്വിഡും അലർജിയാണ്. അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ നേരെ പോയി നമ്മൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അടുക്കള. അങ്ങനെ നോക്കുമ്പോൾ പാപ്പൂസ് അവിടെ കിടന്ന് ബഹളം വെച്ച് തുടങ്ങിട്ടോ. കുറേ നേരം അയാൾ കരഞ്ഞു തുടങ്ങുന്നു, പാവല്ലേ. അങ്ങനെ അവളൊന്ന് പുറത്തുകൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുണികളൊക്കെ എടുത്ത് അകത്തിടാം. അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ചടപടിന്ന് കാര്യങ്ങളൊക്കെ തീർക്കണം. തുണികളൊക്കെ അകത്തുകൊണ്ടിട്ടതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിന് എടുത്ത് വെക്കാം. കാരണം ആൾ ഉണങ്ങി ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണക്കിയ സമയത്ത് ഞാൻ ഒരുവിധം ഉണങ്ങിയപ്പോൾ എടുത്ത് വെച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കേടായിട്ടോ. കുറച്ച് ദിവസം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പൂപ്പൽ പോലെ വന്നാകെ കേടായി. ഈ ഐറ്റാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കലും അത്ര നല്ലതല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്താണ് വെക്കല്. ഈ വട്ടം കൂടി ഒന്ന് പുറത്ത് വെച്ച് നോക്കണം. ശംഖുപുഷ്പത്തിൻ്റെ ഇലകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ
അധികം തണവാകുന്നതിന് മുമ്പേ തന്നെ എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഈ വട്ടം കൂടി പുറത്ത് വെച്ചിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കാം അടുത്ത വട്ടം ഉണക്കിയിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടിച്ചു വാരി ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കയറി നമ്മൾ ജനലൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സൂര്യപ്രകാശം ഒന്നും അകത്ത് കയറില്ല, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ കൈയോടെ വേഗം തന്നെ ജനലൊക്കെ അടച്ചിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നോക്കുമ്പോൾ കോഴികൾ നല്ല കരച്ചിൽ. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുകളിലുണ്ടായിരുന്ന ഷീറ്റ് അഴിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പം കാക്ക വന്നിരിക്കും കേട്ടോ. കാക്കനെ കാണുമ്പോൾ തന്നെ വിറ്റങ്ങൾ കിടന്ന് ഭയങ്കര ബഹളം വെക്കലാണ്. അതുകൊണ്ട് മുട്ട എടുത്തോണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി എന്ന് പറയുന്നത് മിറ്റടിക്കലാണ് കേട്ടോ. മിറ്റടിക്കുന്നതിനിടയിൽ പാപ്പൂസിനെ അടക്കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഫോൺ കണ്ട ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പട്ടിക്കുഞ്ഞ്, ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഭിനയമാണ് കേട്ടോ. ആശാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇനി നമുക്ക് വന്ന് മിറ്റൊക്കെ അടിക്കാം കേട്ടോ. കുറച്ച് നേരം അവളെ കളിപ്പിച്ചിട്ടുണ്ട്. ഇനി അധികം നേരം ഇരിക്കാനുള്ള സമയമില്ല, അമ്മയും വരാറായിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പേ തന്നെ പണികളൊക്കെ തീർത്ത് അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. മിറ്റടി കഴിഞ്ഞ് ഞാൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ അമ്മേനെ വിളിച്ചിട്ട് നടന്നു വരുന്നുണ്ട്. പഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളെ എങ്ങാനും പഴംപൊരി ഉണ്ടാക്കണം പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പോലെ സമയം പോട്ടോ. കാരണം കുറേ നേരം നിന്ന് നനയ്ക്കണം. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര വെയിലല്ല, അതുകൊണ്ട് തീരെ വെള്ളമില്ലാത്ത പോലെയാണ് കേട്ടോ. എല്ലാ ദിവസവും നനയ്ക്കുന്നതാണ്, പക്ഷെ തീരെ വെള്ളമില്ലാത്ത പോലെയാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കട, അതുകൊണ്ട് കുറേ നേരം നിന്ന് നനയ്ക്കണം. എൻ്റെ നനയൊക്കെ കഴിഞ്ഞ് ഞാനകത്ത് കയറുമ്പോഴേക്കും അവർ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണി ഇരുന്ന് നാമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ചൊല്ലി. ഇനി നമുക്ക് നമ്മുടെ തുണികൾ മടക്കി വെക്കാം. 2 ദിവസത്തെ തുണികളുണ്ട് കേട്ടോ. കാരണം 2 ദിവസം നമുക്ക് അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് കൈയോടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ തുണികൾ കാണുമ്പോൾ മടക്കി വെക്കാനായിട്ട് വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്താ ചെയ്യാൻ, മടക്കി വെക്കേണ്ട പറ്റില്ലല്ലോ. തുണി മടക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ണി ഘോഷ ചെയ്ത് തരും കേട്ടോ. എൻ്റെ ഡബിൾ ചിന്ന് പോകാനായിട്ടാണ്. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇവിടെ എനിക്ക് ചെയ്തു തരല്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് തലമുടി നല്ല പോലെ ഒന്ന് ഹെയർ മസാജും കൂടി ചെയ്തിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.